ഇന്നത്തെ ഒരു മിനി വ്ളോഗാട്ടോ. ഇത് ഉത്സവം കൂടാൻ പോകുന്ന മിനി വ്ളോഗാണ്. ഉത്സവം കഴിഞ്ഞിട്ടൊരു 3-4 മാസമായെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ആദ്യം തന്നെ കുഞ്ഞിയുടെ വീട്ടിൽ പോയി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഞാനും കുഞ്ഞും കൂടെ പോകുന്നത് ചേർത്തലയ്ക്കാണ്. ചേർത്തല കൊട്ടാരമ്പലത്തിലായിരുന്നു കേട്ടോ ഉത്സവം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ആടിപ്പാടി എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഓൾറെഡി മേളമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ അനിയനാട്ടോ കിച്ചു. അവൻ കൊട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൊട്ട് കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കുമാണ് ക്ഷീണമായത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ അപ്പുറത്തെ കടയിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. അവൻ കൊട്ടിക്കഴിഞ്ഞ് എത്തുന്നതിന് മുമ്പ് തിരിച്ചെത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഞങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ആയില്ല. ഞങ്ങളുടെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പാവം കൊട്ടൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നേരെ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. സൂപ്പർ സദ്യ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ സദ്യ. സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലാണ് പോയത്. ചേച്ചിയുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ ഒന്ന്. സോ ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രൗണിയുടെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ബ്രൗണിയൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ സെറ്റ് സാരിയൊക്കെ കൂടെ നേരെ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കും എപ്പോഴത്തേയും പോലെ അന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് എത്തി നേരെ കിച്ചുവിൻ്റെ മേളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി. കുറച്ച് നേരം മേളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൽ 1-2 പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫൈനൽ മേളായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെണ്ട മേളം ഈ പരിപാടിയൊക്കെ. എനിക്ക് അതിനോട് എന്തോ ഒരു ക്രേസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. കാരണം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേക്കണമായിരുന്നു ആനയെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ നേരെ പോയത് ആന സ്വീകരണത്തിനാട്ടോ. എനിക്ക് ആനയെ പേടിയാണെങ്കിലും ഇതൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി നേരെ അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിലേക്ക് വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടയേർഡാണെങ്കിലും ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് എനർജി കിട്ടി. സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഈവനിങ് ആട്ടോ അമ്പലത്തിലേക്ക് വന്നു. അന്ന് മഹോത്സവമായിരുന്നു. അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്